നമുക്ക് ദൈവമേ കൈത്തൊഴാമിലേക്ക് തന്നെ പോവാം. മഞ്ചില്ലേ, മഞ്ച്, അത് വഴിപാടും പ്രസാദവുമായ ഒരു അമ്പലമുണ്ട് ആലപ്പുഴയിൽ. തലവടിയിലുള്ള ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ബാലമുരുകന് പ്രിയം മഞ്ച് മിഠായിയോടാണെന്നാണ് വിശ്വാസം. 7 വർഷത്തോളമായിട്ട് ഇവിടെ നിറപറയായും തുലാഭാരമായിട്ടും മഞ്ച് സമർപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അടുത്ത വിശേഷങ്ങളാണ് ഇന്നത്തെ ദൈവമേ കൈത്തൊഴാമി. തെക്കൻ പഴനി എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രമുണ്ട് ആലപ്പുഴ ജില്ലയിൽ. തലവടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഭക്തജനങ്ങൾ മഞ്ച് വഴിപാടായി വയ്ക്കുന്ന ഈ ക്ഷേത്രം കേരളത്തിനകത്തും പുറത്തും ഇതിനോടകം തന്നെ പ്രശസ്തമാണ്. സാധാരണ അമ്പലങ്ങളിൽ അവലും പായസവും ഒക്കെയാണ് പ്രസാദം. പക്ഷേ ആലപ്പുഴയിലെ തലവടിയിൽ ബാലമുരുകന് ഭക്തജനങ്ങൾ സമർപ്പിക്കുന്നത് മഞ്ച് ചോക്ലേറ്റ് ആണ്. അതിനു പിന്നിൽ ചെറിയൊരു കഥയുണ്ട്. ഒരു മുരുകന്റെ ചിത്രത്തിൽ തുടങ്ങിയ ഭക്തി പിന്നീട് നാടൊന്നാകെ ഏറ്റെടുക്കുകയായിരുന്നു. തങ്കത്തേര് വലിക്കുന്ന ആലപ്പുഴയിലെ ഒരേ ഒരു അമ്പലമാണ് തലവടിയിലെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. തെക്കൻ പഴനി എന്ന പേരിൽ പ്രശസ്തമായ ഇവിടേക്ക് ദക്ഷിണേന്ത്യയിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നും മാത്രമല്ല വിദേശത്തു നിന്ന് പോലും ആളുകൾ എത്തുന്നു. ആലപ്പുഴയിൽ വരുന്ന വിനോദസഞ്ചാരികൾക്കും മഞ്ച് വഴിപാടായി സമർപ്പിക്കുന്ന ഈ അമ്പലം ഒരു കൗതുകം തന്നെയാണ്. 10-25 വർഷത്തിന് മുമ്പുള്ളൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം. അത് മഞ്ച് ആദ്യമായി ഇറങ്ങിയ ഒരു സമയമാണ്. ആ സമയത്ത് നമ്മുടെ ഒരു കുട്ടിയും കുട്ടിയുടെ അച്ഛനും കൂടി വന്നപ്പോൾ കുട്ടി കരഞ്ഞതിൻ്റെ പുറത്ത് 2 മഞ്ച് മേടിച്ച് കുട്ടിയുടെ കയ്യിൽ കൊടുക്കുന്നു. അവർ അച്ഛനും മോനും കൂടി നേരെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് ഭഗവാനെയൊക്കെ തൊഴുത് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കുട്ടിയുടെ കയ്യിൽ ഒരു മഞ്ചേ ഉള്ളൂ. ഒരു മഞ്ച് എന്ത് ചെയ്യാൻ ചോദിച്ചപ്പോൾ കുട്ടി പറയുന്നു അത് ഞാൻ അമ്പായിക്ക് കൊടുത്തു. അപ്പോൾ ആ അച്ഛൻ നേരെ ചെന്നു ആ മഞ്ച് എവിടെ വെച്ചെന്ന് പറഞ്ഞ് ഇവിടെയാണ് വെച്ചതെന്ന് പറഞ്ഞപ്പോൾ അവിടെ ആ മഞ്ചില്ല. അപ്പോൾ ഏതായാലും ആ അച്ഛനും മകനും കൂടി ആ ഒരു മഞ്ചും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നേരെ അവർ പോയി. ഈ അച്ഛൻ മെയിനായിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ ഒരു ജോലിയായിട്ട് ബന്ധപ്പെട്ട് കാര്യം ടെസ്റ്റ് എഴുതി ഒരുപാട് പ്രയത്നിച്ചിട്ടും ജോലി കിട്ടാത്തൊരു അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് അച്ഛനും മകനും കൂടെ തൊഴാനായിട്ടാണ് വന്നത്. വീട്ടിൽ ചെന്ന് ഒരു 2 ദിവസം കഴിഞ്ഞപ്പം പുള്ളിക്ക് അപ്പോയിൻമെൻ്റ് ഓർഡറാണ് വരുന്നത്. അന്നേരം അദ്ദേഹത്തിന് ആ ഒരു മനസ്സിലെന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ മഞ്ച് ഭഗവാൻ കൊണ്ടുവന്ന് വെച്ചത് കൊണ്ടാണ് എത്രയും പെട്ടെന്നൊരു ജോലി എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഒരു ബോക്സ് മഞ്ച് മേടിച്ച് കൊണ്ടുവന്ന് ഭഗവാന് സമർപ്പിക്കുകയാണ്. അതാണ് മഞ്ചുമായിട്ടുള്ള ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഗണപതിയും ഭദ്രകാളിയും നവഗ്രഹങ്ങളും സർപ്പങ്ങളുമടക്കം വേറെയും ഉപദേവതാ സങ്കല്പങ്ങൾ ഇവിടെ കുടിയിരിക്കുന്നു. 7 വർഷത്തോളമായി മുടങ്ങാതെ ഇവിടെ മഞ്ച് വഴിപാടായി സമർപ്പിക്കുന്നു ഭക്തർ. എല്ലാ മാസവും ഷഷ്ടിക്ക് അന്നദാനവും പ്രത്യേക പൂജയും ഇവിടെ നടക്കുന്നു. ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ കൊണ്ട് വികസനത്തിന്റെ പാതയിലാണ് ഈ അമ്പലം. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇവിടെ ഈ ഒരു ചെറിയൊരു ക്ഷേത്രമായിരുന്നു. പുലമേഞ്ഞ ചെറിയൊരു അന്ന് ഫോട്ടോയായിരുന്നു വെച്ചുകൊണ്ടിരുന്ന ആരാഴ്ച. അത് കഴിഞ്ഞ് നമ്മളിവിടെയുള്ള നാട്ടിലുള്ള ഭക്തജനങ്ങൾ എല്ലാവരും കൂടി ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും അതനുസരിച്ച് ഒരു ക്ഷേത്രം പുതിയ ക്ഷേത്രം നിർമ്മിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ക്ഷേത്രം ഇപ്പം പുതിയതായിട്ട് വെച്ചതിന് ശേഷം ഒരു 16 വർഷത്തോളം ആയിട്ടുള്ളൂ. മുരുകന്റെ വാഹനമായ മയിലിനും ക്ഷേത്രാങ്കണത്തിൽ ഇടമൊരുക്കിയിട്ടുണ്ട്. രാവിലെയും വൈകിട്ടും അമ്പലത്തിൽ എല്ലാ ദിവസവും പൂജയുണ്ട്. ജോലിയിലും വിദ്യാഭ്യാസത്തിലുമുള്ള തടസ്സങ്ങൾ നീക്കി ഉന്നതി ഉണ്ടാകാൻ ഭക്തർ ഇവിടെ എത്തി പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. പ്രാർത്ഥനകൾക്കൊപ്പം ഓരോ മഞ്ചും നടക്കൽ വയ്ക്കും. വഴിപാടായി മഞ്ച് സമർപ്പിക്കുക എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരൽപ്പം കൗതുകമൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ തങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ മധുരം കൂടിയാണ് ഭക്തിയിൽ ചേർത്ത് വെക്കുന്നത്. ക്യാമറമാൻ ദീപക് ജേക്കബിനും അജയ്ക്കുമൊപ്പം അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം, ആലപ്പുഴ.